കുറെ ദിവസമായി കുറെ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഡെയിലി വ്ളോഗ് ഇല്ലാത്തതെന്ന്. സംഭവം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് സൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളും ഉള്ളൂ. അപ്പൊ പിന്നെ റൂമിൽ തന്നെ കാണും. പുറത്തൊക്കെ പോകുമ്പോഴല്ലേ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളും കിട്ടുള്ളൂ. ഇന്നിപ്പോ രാവിലെ തന്നെ എണീറ്റപ്പോൾ നിസ്ഫലിന്റെ ഒരു കൊറിയർ വന്നിക്കണം. ഈ കൊറിയർ 3 മണിക്കൂർ കൊണ്ട് വരുന്ന കൊറിയറാണ്. രാത്രി 2 മണിക്ക് ഓർഡർ ചെയ്ത് 5 മണിയാകുമ്പോഴത്തേന് കയ്യിൽ കിട്ടി. ഞങ്ങളെല്ലാവരും ഇപ്പൊ ഈ ഹുവായിന്റെ ഒരേപോലത്തെ എയർപോർട്ടാണ് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു അടിപൊളി ടേബിൾ നമുക്കിന്ന് പുറത്തുനിന്ന് കിട്ടിട്ടോ. സാധനം കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നേരെ അങ്ങോട്ട് തൂക്കിയത്. എല്ലാവരും എണീക്കുന്ന സമയം ആവണുള്ളൂ. പെട്ടെന്ന് ഈ ചങ്ങാനെ കണ്ടപ്പോൾ വിചാരിച്ച് ഏതാ സൗദി പോകണം. പക്ഷെ അത് സൗദി ആയിരുന്നില്ല, നിസ്ഫലായിരുന്നു. നമ്മളെ രാവിലത്തെ ഫുഡ് ഇപ്പൊ നമ്മൾ ഇന്നും പുറത്തുനിന്ന് വാങ്ങലാട്ടോ. 4 ആൾക്കും കൂടി വാങ്ങുമ്പോൾ അത് ചെറിയ പൈസ വരുന്നുള്ളൂ. രാവിലത്തെ ഫുഡ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരാൾക്ക് 2 റിയാലിന്റെ അടുത്തേ വരുന്നുള്ളൂ. അതും കഴിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും റൂമിൽ തന്നെയാണ്. ഓരോരുത്തർ കണ്ടില്ലേ ഫോൺമ കളിച്ച് കിടക്കണത്. കുറച്ചു നേരം ഫോൺമ കളിച്ച് ഇരുന്നപ്പോഴേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമായിരുന്നു. ഇന്ന് നമ്മൾ ആ ചിക്കന്റെ ഒരു പാർട്സ് ആയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അത് കുക്കറിലും കൂടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും. ഫുഡൊക്കെ റെഡിയാക്കി നമ്മൾ ആ കിട്ടിയ ടേബിളിന്റെ മുകളിലുള്ള ഗ്ലാസ് ഡൻസ് വൃത്തിയാക്കണം. അങ്ങനെ നമ്മളെ ഉച്ചവരെയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമുക്ക് കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കണമെങ്കിൽ. ഒന്ന് ളുഹർ നിസ്കരിക്കും വേണം. ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ഇത് തന്നെയായിട്ട് നമ്മളെ പരിപാടി. ഉച്ചക്കുള്ള ഫുഡും കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇപ്പോഴേക്ക് വൈകുന്നേരം ആയിക്കാണ്. പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയം പോകാൻ ഒരു പണിയില്ല. വൈകുന്നേരമായ പിന്നെ ചായ ഉണ്ടാക്കാനുള്ള സമയമായി. അങ്ങനെ ഓരോ ചായയും കുടിച്ച് ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായയും കുടിച്ച് പിന്നെ ഒന്ന് വീട്ടിലേക്കൊക്കെ വിളിച്ചിരുന്നപ്പോഴത്തേന് മഗ്‌രിബ് കൊടുത്തത്. മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നേരെ നമ്മൾ അടുത്തുള്ള പള്ളിയിൽ തന്നെ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരാഴ്ചത്തെ ഡ്രസ്സ് അലക്കാനുണ്ടല്ലോ എന്നുള്ളത്. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അടുത്ത ആൾക്കാർ കൊടുത്തിടുന്ന മുന്നേ എനിക്കതിലിടണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സമയം കിട്ടൂല. മെഷീന് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ അതിൽ ഇട്ട് വെച്ചിട്ട് പോയാൽ മതി. ഞാനും 15 മിനിറ്റിന്റെ വാഷിങ്ങിലിടല്. അതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇപ്പൊ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസത്തെ നമ്മളെ പരിപാടി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കാം.